മൂന്നാർ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം 15 മണിക്കൂർ പിന്നിട്ടിട്ടും പൂർണ്ണമായും അണയ്ക്കാനായില്ല. മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. JCB ഉപയോഗിച്ച് മാലിന്യമിളക്കി തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇതുവരെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ എന്തൊക്കെ ശ്രമങ്ങൾ ഇപ്പോൾ തീ അണയ്ക്കാൻ നടക്കുന്നുണ്ട്? എന്താണ് വിവരങ്ങൾ? ദിൽഷി, ഇന്നലെ 5:30 കൂടിയാണ് ഈ തീ പടർന്നു പിടിക്കുന്നത്. മൂന്നാർ മേഖലയിലെ മാലിന്യം അത്രയും സംസ്കരിച്ചിരുന്ന നല്ലതണ്ണി എസ്റ്റേറ്റിലെ കല്ലാർ മാലിന്യ പ്ലാന്റിലാണ് തീപിടുത്തമുണ്ടായത്. തീ വലിയ തോതിൽ പടർന്നു പിടിക്കുക, മേഖലയിലാകെ പുകപടലങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. പിന്നീടാണ് വലിയ തോതിൽ ഫയർഫോഴ്സ് സംഘത്തെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. 15 മണിക്കൂർ പിന്നിടുന്നു തീ അണയ്ക്കാനുള്ള ശ്രമം. ആ മാലിന്യ പ്ലാന്റിൽ ശേഖരിച്ചിരുന്ന മാലിന്യത്തിന് അത്രയും തീ പിടിച്ചതാണ് വലിയ പ്രതിസന്ധിയായി മാറിയത്. വലിയ തോതിൽ തീ ആളിക്കത്തുന്ന സാഹചര്യത്തിലേക്ക് ഇന്നലെ രാത്രി അടക്കം കാര്യങ്ങൾ എത്തിയിരുന്നു. ഏതായാലും പ്രാഥമികമായി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും തീ അണയ്ക്കാൻ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. മാലിന്യത്തിന്റെ അകത്ത് പ്ലാസ്റ്റിക്കുകൾക്കൊക്കെയും തീ പിടിക്കുകയും പ്ലാസ്റ്റിക്കിനുള്ളിൽ നിന്ന് പുക ഉയരുന്ന സാഹചര്യം ഈ ഘട്ടത്തിലുണ്ട്. ഇപ്പോഴാണ് ഈ കൂടുതൽ JCB അടക്കം എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് ഫയർഫോഴ്സ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാലിന്യം അടക്കം ഇളക്കി മറിച്ച ശേഷം ഉൾഭാഗങ്ങളിൽ തീയുണ്ടെങ്കിൽ അടയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇന്ന് രാവിലെ ഫയർഫോഴ്സ് സംഘം എത്തിയിരിക്കുന്നത്. ഏതായാലും തീ അണയ്ക്കാനുള്ള ദൗത്യം ശ്രമകരമായി തന്നെയും തുടരുകയാണ്. വലിയ പുകപടലങ്ങളാണ് മേഖലയിൽ രൂപപ്പെട്ടത്. പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഫയർഫോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നാണ് പറയുന്നത്. തീപിടുത്തത്തിൽ അവിടുത്തെ ഈ മാലിന്യ സംസ്കരണത്തിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് സിസ്റ്റം അടക്കം നശിച്ചു പോയിട്ടുണ്ട്. തീ കത്തി നശിച്ചു പോയിട്ടുണ്ട്. അതിനോട് ചേർന്നിരിക്കുന്ന ഈ സോളാർ ഫെൻസിംഗിന്റെ ഭാഗമായിട്ടുള്ള ബാറ്ററി പൊട്ടിത്തെറിച്ചതാണ് ഈ തീപിടുത്തത്തിന് കാരണം. അങ്ങനെ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം ഈ ബാറ്ററി പൊട്ടിത്തെറിക്കുകയും അങ്ങനെ ഉണ്ടായ തീയാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി പോലീസും ഫയർഫോഴ്സും വിലയിരുത്തുന്നത്. കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഉദ്യോഗസ്ഥർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. എന്തായാലും തീ വരും മണിക്കൂറുകളിൽ അണയ്ക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഫയർഫോഴ്സ് ഈ ഘട്ടത്തിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ജിൽസി, ശരി.